ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ചായയൊക്കെ കുടിച്ച് സെറ്റായി തുടങ്ങാമെന്ന് കരുതി. ഇത് മുളപ്പിച്ച പയറാണ് കേട്ടോ. മുളപ്പിച്ച പയർ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് തോരന് വേണ്ടിയിട്ടാണ്. ഇനി അരപ്പൊക്കെ ചേർത്ത് സെറ്റാക്കിയാൽ മതി, വലിയ പണികളൊന്നുമില്ല. പിന്നെ ഇത് ഇന്നലത്തെ ബീഫാണ്, അത് നന്നായിട്ട് ചൂടാക്കി മോൻ്റെ ടിഫിൻ ബോക്സിൽ കുറച്ച് മുട്ടയും കൂടെ വെക്കാം, കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടുന്ന ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവ് അങ്ങനെ എരിവ് കാണത്തില്ലല്ലോ ഇതിന്. റെഡിയാ. ഇനിയിപ്പം ചോറും കാര്യങ്ങളും എല്ലാം റെഡി ആയല്ലോ. ഇനിയിപ്പം നമ്മൾ ചോറൊക്കെ അങ്ങോട്ട് പകർന്ന് ബോക്സിലോട്ട് ആക്കിയാൽ മതി. ഇന്ന് ഞാൻ വൈറ്റാണ് കേട്ടോ അരി ഇട്ടത്. എപ്പോഴും റോസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. പിന്നെ പയർ തോരനൊക്കെ ഉണ്ടാക്കി മുട്ടയൊക്കെ വെച്ച് പിന്നെ കുറച്ച് മോര് ഞാൻ ചോറിനകത്ത് അല്ലാതെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ മോൻ സ്കൂളിൽ പോയി കേട്ടോ. ആ സ്കൂളിൽ പോയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഈ കഴുത്തിൻ്റെ അവിടുത്തെ ആ ഒരു ബ്ലാക്ക് മാർക്ക് ആ സംഭവങ്ങളൊന്നും പോകുന്നില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ടിപ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പരീക്ഷിക്കണം. പിന്നെ ആ ക്രീമൊക്കെ തേച്ചതിൻ്റെ കുഞ്ഞൊരു കുറിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. പുട്ടും പഴമൊക്കെ ആയിരുന്നു. അതും കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ബിഗ് ബോസൊക്കെ കാണുമായിരുന്നു. മോൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ടോ. കുറേ നേരം ബിഗ് ബോസൊക്കെ കണ്ട് അവിടെ ഇരുന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇപ്പോൾ കുഞ്ഞ് സ്കൂളിൽ നിന്നൊക്കെ വന്ന് അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് എല്ലാമൊക്കെ സെറ്റാക്കി അവനിരുന്ന് TV കാണുന്നു. പിന്നെ നല്ല മഴ കേട്ടോ. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് നല്ല മഴ. അതുകൊണ്ട് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഞാൻ നട്ട് വെച്ചില്ലായിരുന്നോ വെണ്ടയ്ക്കയുടെ കുരുവൊക്കെ, അപ്പോൾ അത് കിളിച്ചത് അതൊക്കെ കാണിക്കാമെന്ന് കരുതിയൊക്കെ ഇരുന്നതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര മഴ കാരണം പുറത്ത് പോലും ഇറങ്ങിയില്ല. അപ്പം എന്താ അങ്ങനെ കുറച്ച് നേരം മടിച്ച് ഇവിടെ ഇരിക്കാൻ കേട്ടോ. ഇനി വലിയതായിട്ട് ജോലികളും ഒന്നുമില്ല. പിന്നെ മാവാട്ടി വെക്കണം, അതേ ഉള്ളൂ. സോറി, മാവാട്ടിയല്ല, അരി അരച്ച് മാവാക്കി സെറ്റാക്കി വെക്കണം. പിന്നെ കുറേ നേരം ഇവിടെ ഇരിക്കാമെന്നൊരു കേട്ടോ. ഫോണൊക്കെ നോക്കി കുറേ നേരം ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോകുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് മറന്നുപോയി, വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി. ഫുഡ് പിന്നെ മുടി ഫുള്ള് പൊഴിഞ്ഞു പോവാണ് കേട്ടോ. മുടി എന്താണെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു മാറ്റവും ഇല്ല. എന്താണോ എന്താ. ഇത് എൻ്റെ അന്ന് നല്ല ഫ്ലവറിട്ട് നിന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് ഫുള്ള് കരിഞ്ഞു പോയി. കുറേയൊക്കെ ഞാൻ പിഴുത് കളഞ്ഞു കേട്ടോ. 3 സെക്ഷനായിട്ടായിരുന്നു ഇവർ നട്ട് വെച്ചിരുന്നത്. ഇവിടെയും ഇവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ പിഴുത് കളഞ്ഞു. പിന്നെ ഇത് നിൽക്കുകയാണ് കേട്ടോ. ഇത് നിൽപ്പുണ്ട്. ഇത് സൈഡിൽ ഞാൻ കൊണ്ടുവച്ച് ഇത് അങ്ങ് ഞാൻ ഉള്ളിൽ വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടമൊക്കെ കിട്ടട്ടെന്നും കരുതി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. പക്ഷേ പോയി ഇത് ഫുള്ള്. നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങി തിരിച്ച് വീട്ടിലെത്താൻ പറ്റി. മഴയൊന്നും പിന്നീട് പെയ്തൊന്നുമില്ല. ഇവിടെ നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് പന്നിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. 1-2 സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തോ പന്നി ഇങ്ങനെ ബൈക്കിൽ പോകുന്നവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാടിയിട്ട് ബൈക്കിൽ നിന്ന് അവർ വീണിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കിളിച്ച ചാമ്പയ്ക്കയായിരുന്നു കേട്ടോ. പകൽ ചാമ്പയ്ക്ക എടുക്കണമെന്ന് കരുതി ഇരുന്നതാണ്, പക്ഷേ മറന്നുപോയി അതിൻ്റെ കാര്യം. നൈറ്റ് ആയപ്പോഴത്തേക്കും കുറേയൊക്കെ കിളിയോ ഒന്നരയ്ക്കോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ പറിച്ചെടുത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. മാവ് അരച്ച് വെച്ച് ദോശയ്ക്കാണ് കേട്ടോ മാവ് അരച്ച് വെക്കുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് പോയി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ഭയന്നു, ഇന്നിനി വരുമോ, മഴയൊക്കെ അല്ലേ. ഒരു ദിവസം ഫുള്ള് അങ്ങനെ പോയ ദിവസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വന്ന കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് അരച്ച് വെച്ചു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ മതി. എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാം ഒന്നും ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ഞാനങ്ങ് വിട്ടുപോകും. അങ്ങനെ എടുത്ത് ശീലമില്ലല്ലോ. അപ്പോൾ ചില കാര്യങ്ങളങ്ങ് മറന്നേ പോവും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഞാൻ തുടക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് തന്നെ. അപ്പോൾ ഇനിയിപ്പം രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം കിടക്കാൻ പോവാണ് കേട്ടോ. ബൈ.